ബോധപൂർവമല്ലെങ്കിലും ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ കുടുക്കിയിട്ട ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ഗൾഫിലെ നിർമ്മാതാവും സാമൂഹിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി. പ്രവാസികളുടെ കഥ പറയുന്ന പത്തേമാരിയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഹാഷിഖിന് ഈ അബദ്ധം സംഭവിച്ചത്. പത്തേമാരിയുടെ ഷൂട്ടിംഗ് കാലത്ത് ശ്രീനിവാസന്റെ സന്തത സഹചാരിയായിരുന്നു സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ അഡ്വക്കേറ്റ് ഹാഷിഖ്. ദുബൈയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫുജൈറയിലെ ഷെഡ്യൂളിന് കൂടെ കൂട്ടാൻ എത്താമെന്ന് ശ്രീനിവാസനോട് ഏറ്റിരുന്നു. പക്ഷേ വരാമെന്നേറ്റ സമയത്ത് നിർമ്മാതാവ് ഉറങ്ങിപ്പോയി. ഇതിനിടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതിനാൽ ശ്രീനിവാസൻ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ കുടുങ്ങിയ അവസ്ഥയിലായി. ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. 3 മണിക്കൂറുകൾ ശേഷം 5 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ റൂമിൻ്റെ ടൈം കഴിഞ്ഞതിനാൽ ഫോൺ ചെയ്യാനോ അവിടെയുള്ള ഫാനോ മറ്റ് AC ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ അദ്ദേഹം അവിടെ കുടുങ്ങിയൊരവസ്ഥയായിപ്പോയി. അത് മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹം നല്ല ചൂടായിരുന്നു. എൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മെല്ലെ ഒന്ന് തണുപ്പിച്ച് പറഞ്ഞു ശ്രീനിയേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ ഈ കാര്യം ഏറ്റെടുത്തത്. അവസാനം വണ്ടിയിൽ കയറി ഒരു 20 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ശ്രീനിയേട്ടൻ ഞങ്ങൾ ഒരു 1.25 മണിക്കൂറോളം എത്താനുണ്ട്, നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചിരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ വിവിധ കഥാപാത്രങ്ങളിലൂടെ ഗൾഫ് ജീവിതത്തെ തിരശ്ശീലയിലെത്തിച്ച പ്രതിഭ കൂടിയാണ് ശ്രീനിവാസനിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. ക്യൂബ മുകുന്ദനും ഗദ്ദാമയിലെ റസാഖും പത്തേമാരിയിലെ മൊയ്തീനും എന്നുള്ള കഥാപാത്രത്തിലൂടെ നമ്മളിൽ ഒരാളായ പ്രവാസികളിൽ ഒരാളായ ഒരു വലിയ കലാകാരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. യാസർ അറഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.